മഹാരാജാസ് കോളേജിലെ സംഘർഷത്തിൽ 15 പേർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തു. വധശ്രമമടക്കം 9 വകുപ്പുകൾ ചുമത്തി KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാന് കുത്തേറ്റത്. സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനാണ് ഇന്നലെ രാത്രി കുത്തേറ്റത്. നാടക പരിശീലനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് SFI പ്രവർത്തകരും KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. നാസറിനെ ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൂട്ടമായി എത്തിയ സംഘം വടിവാളുകളും മറ്റും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് SFI ആരോപിച്ചു. ഒരു 14 അംഗ സംഘം ക്യാമ്പസിലേക്ക് ഇടിച്ചു കയറി വരികയും വലിയ മാരകായുധങ്ങൾ, വടിവാളടക്കം, ബിയർകുപ്പി അടക്കം, വലിയ മരക്കഷ്ണങ്ങൾ അടക്കം പിറക്കി ക്യാമ്പസിലേക്ക് എത്തുകയും സഖാവ് നാസറിനെ അതിക്രൂരമായിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകരായ 15 പേർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തു. വധശ്രമമടക്കം 9 വകുപ്പുകൾ ചുമത്തി. 3-ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അബ്ദുൽ മാലിക്കാണ് 1-ാം പ്രതി. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന് ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിൽ തർക്കങ്ങളുണ്ട്. ഇന്നലെ ഫ്രറ്റേണിറ്റി പ്രവർത്തകൻ ഭിന്നശേഷിക്കാരനായ അധ്യാപകനെ മർദ്ദിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ആക്രമണം. സംഭവത്തിൽ KSU ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷത്തിന് പിന്നാലെ കോളേജിൽ പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.